ഇത് കാട്ടിമൻ. കാട്ടിമൻ ഇവിടെ നിറച്ച് കാച്ചു കിടക്കുന്നുണ്ട്. കാട്ടിമൻ ഒരു 2 സീസണിൽ കായ്ക്കണ മാവാണ് കേട്ടോ. നമുക്ക് വർഷത്തിൽ 2 സീസണിൽ കായ്ച്ചു കിട്ടും. നല്ല പച്ചയ്ക്ക് പുളിയില്ല, പഴുത്താൽ നല്ല മധുരം. ചെറുത് 250 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തൈകൾ. റെഡ് ലെമൺ ആണ് കേട്ടോ. ഇത് പുറം കണ്ടോ, ഇതിൽ നോക്കി ഒരു റെഡ് ഷെയ്ഡ് കയറി വന്നണ്ട ഇത് റെഡ് ഷെയ്ഡ് പുറത്ത് വരും. കറക്റ്റ് പാകാവുമ്പോൾ അതുപോലെ തന്നെ അകത്ത് റെഡ് വരും. നമുക്ക് പിഴിയുമ്പോൾ നല്ല ജ്യൂസ് കിട്ടും, റെഡ് കളർ ജ്യൂസ്. അങ്ങോട്ടൊക്കെ നിറച്ച് കൊലയായിട്ട് കിടക്കുന്നുണ്ട്. ഇതിന്റെ തൈകൾ കാച്ച പ്ലാന്റുകൾ നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ. എങ്ങനെ റേറ്റ്? ഇതിന്റെ 800 ആണ് കാച്ച പ്ലാന്റിന്റെ റേറ്റ് വരുന്നത്. അല്ലാതെ 250 സ്റ്റാർട്ട് ചെയ്യും. ഇത് മറ്റേ കുളമ്പുണ്ട്, പിന്നെ കാട്ടിമനുണ്ട്, സോണിയ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. ഇത് സോണിയ എന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടോ. കൊല കുത്തി കാച്ച കിടക്കുന്ന. ഇതിൽ കഴിഞ്ഞ ദിവസം ഒരു മാങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മാങ്ങയ്ക്ക്. ഇതൊരു പഴയ മാവല്ലേ? അതെ അതെ, നന്നായിട്ടുണ്ടാവും. ഓൾ സീസൺ പോലെ ഉണ്ടാവും. 3 സീസണിൽ കായ്ക്കും. ഇതോ? അത് കാട്ടിമൻ. കാട്ടിമന് പ്രത്യേക ഷേപ്പില്ല എന്ന് പറയാറുണ്ടല്ലോ, പ്രത്യേക ഷേപ്പ് വരില്ല. ഇത് ഗോലക്കാണ് കേട്ടോ. ഗോലക്കിന്റെ വലിയ പ്ലാന്റാ. ഗ്രോ ബാഗിൽ കാച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാ. ഇത് അമർപ്പാളിയാണ് മാങ്ങ. അമർപ്പാളി നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണ് കേട്ടോ. ഇത് ആപ്പിൾ റൊമാനിയ. ആപ്പിൾ റൊമാനിയ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ കൊലയാണ്. ഇതെങ്ങനെയുണ്ട് മാങ്ങ? നല്ല മാങ്ങയാ, ടേസ്റ്റ് ഉള്ള മാങ്ങ. ഓടിയാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇതിൽ നാംഡോക് മൈ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ വെള്ള മൂവാണ്ടൻ കാച്ചെടുക്കണതാ. ഇത് കട്ട്നട്ട്, അതിന്റെ കായ. ഇത് പൂ കിടക്കണ കാണാനും നല്ല ഭംഗിയാട്ടോ. തുമ്പിക്കൈ പോലെ ഇങ്ങനെ ചാടി കിടക്കും. അത് രാത്രിയിൽ നല്ല സ്മെല്ലാണ് അതിന്. ഇതാണ് അവിടെ പുലാസാന്റെ കാച്ച പ്ലാന്റ് എന്ന് പറഞ്ഞത്. ഇത് ഒരു 3500 ഒക്കെ വരും. ഇത് വീരുഭാഷിയാണ് കേട്ടോ. പഴനിയിലെ പഞ്ചാമൃതം ഉണ്ടാക്കാൻ യൂസ് ചെയ്യണതാണ് കേട്ടോ. ഇത് കറക്റ്റ് പാകം വന്നിട്ടില്ല, അന്നേരമാണ് ഇതിന്റെ കറക്റ്റ് ഇത് മനസ്സിലാവുള്ളൂ. ഇതിന്റെ കണ്ണുണ്ടോ? കണ്ണുണ്ട്. അത് ഷോയ്ക്ക് വെക്കണ ബനാന. ഒരു കാണാൻ ഭംഗി. സ്നോ ബനാന. ആ കാണാനുള്ള ഭംഗി. അത് മൾട്ടിഫ്ലവർ ബനാന. ഫ്ലവറിലാണ് വൃത്തിയാ. നോർമൽ ചെറുപഴത്തിന്റെ ടേസ്റ്റ്. ഇത് തൈകളുണ്ട്? ഉണ്ട്. ഈ ചക്ക ബ്ലാക്ക് റിവർ എന്ന് പറഞ്ഞിട്ട് ഒരു ചക്കയാണ്. പിങ്ക് ഷെയ്ഡാണ് ഉള്ളിൽ. നല്ല വെയിറ്റ് വരുന്ന ചക്കയാണ്. നല്ല ടേസ്റ്റ് ഉള്ള ചക്കയാണെന്നാണ് പറയണത്. ഇതിന്റെ ഈ പ്രാവശ്യത്തെ ഇത് കഴിച്ചു നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ആദ്യമായിട്ട് കായ്ക്കുന്നതാ. നല്ല ലെങ്ത് വരുന്നുണ്ട്. നല്ലതാണെന്നാണ് പൊതുവെ അഭിപ്രായം. ഇത് വെരിഗേറ്റഡ് പൈനാപ്പിൾ. ആ പിങ്ക് ഷെയ്ഡ് സൈഡിൽ കൂടിയ പൈനാപ്പിൾ. ഇതിന്റെ തൈകളുണ്ട്. നമ്മുടെ കേക്കിൽ യൂസ് ചെയ്യുന്ന ചെറിയില്ലേ, അതിന്റെ തന്നെ സീറ്റ് ആയിട്ടുള്ളത്. ഇത് നമുക്ക് പ്രോസസ് ചെയ്യാതെ തന്നെ കഴിക്കാം. ഇത് എല്ലാരും പറയും ഇത് കായ്ക്കാനൊക്കെ പണിയാണെന്നത്. ഇത് കായ്ക്കുന്നുണ്ട് പെട്ടെന്ന്. കുഞ്ഞു കുരുതുണ്ടോ? ഇതേതാ ഈ റംബുട്ടാൻ? ഇത് സീസറാ. അല്ലല്ല, റെഡിന്റെ സീസർ. പിന്നെ കുരുമുളക് തെക്കൻ 1 ഉണ്ട്, 2 ഉണ്ട്. പിന്നെ സരസ്, കൈരളി, കുതിരവാലി, അത്ര വെറൈറ്റീസ് ആണ് ഇപ്പോൾ നമ്മൾ ഈ പോട്ടിൽ വെച്ചിരിക്കുന്നത്. ഇത് 350, 450 റേറ്റ് വരുന്നതുണ്ട്. 2 റേഞ്ചിലുള്ളത്. അതിന്റെ ചെറിയ തൈകൾ ഗ്രോ ബാഗിലുള്ളതുണ്ട് കേട്ടോ. അത് 150 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് തിരിച്ചു വരാം. ഞാൻ അങ്ങോട്ടൊരു സെക്ഷൻ ഉണ്ട്. അതൊക്കെ പുതിയതാണ്. അവരാ കഴിഞ്ഞോളം ഉണ്ടായില്ല. ചാമ്പ ഡൽഹാരി അല്ലേ? അതാ അത് ഉമ്മർ മുകളിലാണ്. ഇവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ട്. ഇത് കറക്റ്റ് ഒന്നും ആയില്ല. കറക്റ്റ് ടേസ്റ്റ് നോക്കിയില്ല. പറിച്ചതൊന്നും നോക്കട്ടെ. ഒട്ടും ആയിട്ടില്ല. ഇവര് ചെടികൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇതിൽ നിന്ന് തന്നെ ചെയ്യുന്നത് കണ്ടോ. മൊത്തം നല്ല മധുരം. അത്യാവശ്യം ഈ ഒരു ടൈമിൽ തന്നെ അത്യാവശ്യം മധുരം ഫീൽ ചെയ്യും. കുറച്ചും കൂടി ആയതുണ്ടെന്ന് തോന്നുന്നു. അതൊരുവിധം സൈസും വെച്ച് വന്നിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പുറത്തെ ഡൽഹരി. ഇത് ദിൽഹരി. അതും നിങ്ങൾ ഇവിടെ നിന്ന് ലൈറിയുണ്ടല്ലോ. ഇതിന്റെ റേറ്റ് എങ്ങനെ വരുന്നത്? 200ലാണ്. ഒരു മീഡിയം സൈസ്, ഒരു 2.5 അടി ഹൈറ്റ് ഉള്ള പ്ലാന്റ് 200 ആണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണേ. അതേ മേളിൽ കിടക്കുന്നുണ്ട്. അതെ അല്ലേ, നല്ല മെറൂൺ ഷെയ്ഡ് തന്നെ. എന്നാലും അത് പറിച്ച് നോക്കാം. പക്ഷെ ഇത് ഇങ്ങനെ നല്ല വലിപ്പം നല്ല വലിപ്പം വരും, ഉള്ളിൽ നല്ല മെറൂൺ ഷെയ്ഡും വരും.
ഇത് അജിത് ലൂബി എന്ന് പറഞ്ഞിട്ടൊരു ലൂബിയ. കൊടുക്കാനല്ലേ? അതെ അതെ, കോതമംഗലം സൈഡിൽ ഉണ്ടായ ഒരു ലൂബിയുണ്ട്. ഇത് റേറ്റ് എത്ര? ഇത് 400. പിന്നെ ഇതൊരു പുലാസാൻ. പുലാസാൻ ഇത്ര ചെറുതിലെ കാഴ്ച. അതും പേട്ടുകായ കുറവാണ് ഇപ്പോൾ ഇതിൽ. പേട്ടുകായ ഇല്ലാന്ന് തന്നെ പറയാം. ഇതിലെല്ലാം നല്ല കായ്കളാണ് കിടക്കുന്നത്. തൈയുടെ വലിപ്പം നോക്കി ഇത്രേ ഉള്ളൂ. സാധാരണ പുലാസാനൊക്കെ മെച്ചൂർഡ് ആണല്ലോ, നല്ല വലിപ്പം. ഇത് പക്ഷെ നമ്മൾ ഇങ്ങനത്തെ പ്ലാന്റിൽ നിന്ന് എടുത്ത് ചെയ്തതാ. പേട്ടുകായ ഇല്ലാത്ത പ്ലാന്റിൽ നിന്ന് എടുത്ത് ചെയ്തതാ. ഈ പുലാസാന്റെ കാഴ്ച തൈകൾ ഇവിടെ ഉണ്ട് കേട്ടോ, അല്ലേ? കവറിൽ കാഴ്ചക്കുന്ന തൈകൾ ഉണ്ട് ഇവിടെ. ഇവിടെയൊക്കെ കായ ഉണ്ടോ? പിന്നെ ഇത് മക്കൾ കൂന്താനി പൈനാപ്പിൾ ആണ് കേട്ടോ. ഒരു കായില്ല, കായ പറിച്ചു. ഇത് ആദിവാസികളുടെ പൈനാപ്പിൾ മക്കൾ കൂന്താനി. പിന്നെ അത് ബാരി 11 ആണ്, അല്ല ബാരി 13. മാങ്ങ നല്ല മാങ്ങ. മീഡിയം ഇത് ടേസ്റ്റ്. പിന്നെ ഇത് മെഡൂസ ഉണ്ട്, ആഫ്രിക്കൻ ഉണ്ട്, ക്രൗൺ, നൈജീരിയൻ, വൈറ്റ്. നൈജീരിയൻ ഒക്കെ ആണെങ്കിൽ ഒരു 400, 300 ആ ഒരു റേഞ്ച് വരും. ആഫ്രിക്കനും ഏകദേശം ആ റേറ്റ് വരും. വൈറ്റ് ഒക്കെ 500 ആ ഒരു റേറ്റിലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓർണമെന്റ് കഴിക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് അതിൽ ഫ്ലഷ് ഉണ്ടാവും, മധുരം ഉണ്ട്. ഇതൊക്കെ മെഡൂസയുടെ തൈകളാണ്. ഇതൊക്കെ 50 രൂപ റേറ്റിലാട്ടോ കൊടുക്കുന്നത്. പിന്നെ കൂടുതൽ എടുക്കുവാണെങ്കിൽ അതനുസരിച്ച് റേറ്റ് കുറയും. അനാറുണ്ടായിരുന്നു. ഇതിനപ്പം നേരത്തെ കണ്ട സൂപ്പർ പക വേണം. അതിന്റെ തന്നെയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞ കൊല്ലം ഇതുണ്ടായിരുന്നല്ലേ? ആ പ്ലാന്റ് അല്ലേ? ഉണ്ടായിരുന്നു. വിണ്ടു പോലോ, അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ റംബൂട്ടാൻ. ഇത് റംബൂട്ടാൻ. ഇതും സീസറാ. സീസർ അല്ലേ വലിപ്പമുള്ളത്? വലിപ്പമുള്ളത്. അത് അപ്പുറത്തെ അവക്കാഡോയും ഉണ്ട് കേട്ടോ. ഇത് മോർഗാഡി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ തൈകളാണ്. പുതിയതാണോ? പുതിയത്. മറ്റേ യെല്ലോടെ തന്നെ ഉരുണ്ട ഷേപ്പിൽ വരുന്ന കായാണ്. അത് നമുക്ക് അടന്നു പോരും. അതിൽ നിന്ന് മറ്റേ E35 ശരിക്കും അടന്നു പോരത്തില്ലല്ലോ. കായിന്ന് ഫ്ലഷ് ശരിക്കും അടന്നു പോരില്ല, പക്ഷെ നല്ല മധുരം. അങ്ങനെയാണ്. ഇതിന് റൗണ്ട് ഷേപ്പാണ് വരുന്നത്, അടന്നു പോരും. ഇത് ജബോട്ടിക്കാബയുടെ തൈകളാണ്. ഒരു 1500 റേഞ്ച് വരുന്ന തൈകളാണ്. പിന്നെ ഇങ്ങോട്ട് ഇത് എവിയാർക്കാണ് പ്ലാന്റ്. ഈ പ്രാവശ്യം മാച്ചൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. മാച്ചൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യത്തേക്ക് കായ്ക്കുമായിരിക്കും. അടുത്ത പ്രാവശ്യം അറിയാം. കേരളത്തിൽ ആദ്യമായിട്ട് ഇവിടെ ആയിരിക്കും കായ്ക്കുന്നത്. റിസൾട്ട് എങ്ങനെയാന്ന് അവരടുത്ത് അധികം പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ഇത് തൈറോയ്ഡ് ആണ്, ചാമ്പ. അത് നമ്മുടെ പ്ലാന്റിൽ നിന്ന് തന്നെ ലെയർ ചെയ്തെടുത്തേക്കുന്ന പ്ലാന്റുകളാട്ടോ. ഇതൊക്കെ വലുതായിട്ട് കാച്ചു തുടങ്ങിയ പ്ലാന്റുകൾ. ഇതിലൊക്കെ കായുണ്ട്. ഇത് അത് റൊളീനിയയുടെ ഒരു പ്രാവശ്യത്തെ കായ്ഫലം കഴിഞ്ഞിട്ട് അടുത്തത് പൂത്തു വരണതാ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിച്ചു. നല്ല വലിപ്പമുള്ള മോളിന്ന് കുറച്ച്. ഇത് നമ്മുടെ പൈനാപ്പിൾ, ആ മുള്ളില്ലാത്ത പൈനാപ്പിൾ തന്നെ ഇതുപോലെ ഇതിന്റെ ചുറ്റും പ്ലാന്റ് ചെയ്തിരിക്കണം. നല്ല വലിപ്പം വരുന്നത്. നല്ല വലിപ്പം തന്നെ. ഇതുപോലെ പ്ലാന്റ് ചെയ്താൽ ഇപ്പൊ നമുക്ക് നടന്നാലും കൊണ്ടു കയറില്ല, മുള്ളില്ലാത്തതല്ലേ. അതുകൊണ്ട് ഇപ്പൊ എവിടെ പ്ലാന്റ് ചെയ്യണേനും നമുക്ക് വിഷമമില്ല. ചെറിയ തൈകളുണ്ട്. ഇത് സ്റ്റാർട്ടിങ് എത്ര? 100 സ്റ്റാർട്ട് ചെയ്യണതാ. കുഞ്ഞു തൈകൾ. അതുപോലെ കുഞ്ഞു കുഞ്ഞു തൈകൾ. പിന്നെ അബിയുന്റെ ഉണ്ട്. അത് 100 സ്റ്റാർട്ട് ചെയ്യണതാ. ഇതൊക്കെ ജബോട്ടിക്കാബയുടെ ചെറിയ തൈകൾ. ഇതൊക്കെ ഇവര് കൊറിയർ ചെയ്ത് തരും. പിന്നെ ഇതെന്തത്? അത് കട്ട്നട്ട്. കട്ട്നട്ട് അവിടെ ഡ്രമ്മിൽ കാച്ചെടുക്കുന്നുണ്ട്. അത് സീഡാണത്? സീഡാ. ഇതൊരു 4 വർഷം കൊണ്ടൊക്കെ കായ കിട്ടും. ഇതിന്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണല്ലോ. തുമ്പിക്കൈ പോലെ കിടക്കും. ഇത് അവക്കാഡോയാണ്, റസലാണ്. ഇപ്രാവശ്യം നന്നായിട്ട് പൂത്തായിരുന്നു, കായ സെറ്റായില്ല. നീളത്തിലുള്ള അവക്കാഡോ. നീളത്തില്. അതിലെ എല്ലാം ചെറിയ പ്ലാന്റുകൾ നമ്മൾ ജബോട്ടിക്കാബയുടെ ഇതാക്കി വെക്കണതാ, ചെയ്ത് വെക്കണ സ്ഥലം ഇതാ. ഇനി ഇങ്ങോട്ട് നാരകമുണ്ട്. ഇത് മറ്റേ വടകപ്പുളി. അതിന്റെ തന്നെ ചെറുതാണ് കേട്ടോ. ഇത് കൊല കുത്തി ഉണ്ടാവും, പക്ഷെ വലിപ്പം കുറവാണ് ഇതിന്. അതിന്റെ വലിപ്പം കൂടിയ വെറൈറ്റി ഉണ്ട് വേറെ. നമുക്ക് ഇതുപോലെ തന്നെ കൊല കുത്തി അച്ചാറ്. പിന്നെ ഫ്രഷ് ലൈമിന് യൂസ് ചെയ്യാം കേട്ടോ. ഇത് സ്ട്രോബെറി ഗുവ റെഡ്. അത് കായുണ്ട് കേട്ടോ. അതെ, പിന്നെ ഇത് ചാമ്പട വലിയ തൈ. ദിൽഹരി. ഇതൊക്കെ 600 റേഞ്ചിലൊക്കെ വരുന്ന പ്ലാന്റുകൾ. എല്ലാത്തിലും തന്നെ കായുണ്ട്.
ഇതൊക്കെ അത്യാവശ്യം വലിയ മെച്ചോർഡായിട്ടുള്ള ചെടികളല്ലേ? ആ, നല്ല കടവണ്ണം ഉള്ളതാണ്, നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. ഇനി മുരിങ്ങ. ഇത് മുരിങ്ങ ഇത് നമ്മുടെ ഇതിൽ നിന്ന് തന്നെ ലെയർ ചെയ്യണതാട്ടോ. ചെറുതിലെ തന്നെ കാച്ചു തുടങ്ങണം മുരിങ്ങ, നല്ല വെറൈറ്റിയാ. പിന്നെ ഇവിടെ കശുമാവിൻ്റെ ഇത് നീട്ടി അങ്ങ് എടുത്തേക്കണാണല്ലോ ഇപ്പൊ പ്രാവശ്യം. ഇതേതാ ഈ സീഡ് തൈ? റോളിനിയ. ഒക്കെ ചെറിയ വില? ആ, ചെറിയ വിലയേ ഉള്ളൂ. റോളിനിയൊക്കെ നമുക്ക് ബൾക്കായിട്ട് ഓർഡർ തരുന്നവരുണ്ട്, അപ്പം അങ്ങോട്ട് കൊടുക്കാനായിട്ട്. ഇതൊക്കെ ഡെല്ലാരിച്ചാമ ഉണ്ടോ? ഇതൊക്കെ ആഴ്ച ചെടികളുണ്ടോ? ഇതൊക്കെ അത് തന്നെയാണ്. പിന്നെ ഇത് വീറ്റ്നാം സൂപ്പർ എർലി പ്ലാവുകൾ. ഇത് നമ്മൾ ബഡ്ഡോട് എടുക്കണതാട്ടോ. ഇതിന്ന് ബഡ് ചെയ്യാൻ വേണ്ടി എടുക്കണത്. പിന്നെ ഇങ്ങോട്ട് റംബൂട്ടാന്റെ N18 വലിയ പ്ലാന്റുകളുണ്ട്, സീസറിന്റെ ഉണ്ട്, എല്ലാം തന്നെ പൂത്ത പ്ലാന്റുകളാ. ഇതൊക്കെ റംബൂട്ടാനോ? ഇത് ചെമ്പരത്തി വരിക്ക പ്ലാവ്. ചെമ്പരത്തി വരിക്ക കായ്ച്ചോടാ? ചെമ്പരത്തി വരിക്ക കാച്ചില്ല, സീഡ്ലെസ് ഒക്കെ കാച്ചിട്ടുണ്ട്. ഇത് റംബൂട്ടാൻ സ്കൂൾ ബോയ്. റംബൂട്ടാൻ എങ്ങനെയാണ് റേറ്റ് വലുതിനൊക്കെ? വലുത് കാച്ചതാണെങ്കിൽ 1500 റേറ്റ്. അത് പല കടവണ്ണ അനുസരിച്ചിട്ടാട്ടോ, കടവണ്ണ അനുസരിച്ച് റേറ്റ് വരും. ഇത് ചെറുത് നമുക്ക് 100 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 100 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് അത്യാവശ്യം പൂത്ത തൈകള് ഇത് 400 സെക്ഷനിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ചാമ്പകളുടെ വെറൈറ്റികളാണ് അതൊക്കെ. പിന്നെ തെങ്ങുണ്ട് അങ്ങോട്ട്. ഇതെല്ലാം പൂത്ത്. സീസർ ഉണ്ട്, N18 ഉണ്ട്. ഇത് ഇതിലുണ്ട്. ഇത് ഇവിടെ നിറച്ച് പൂത്ത് കാച്ച്. 1500 ആ ഒരു റേഞ്ചാ. പിന്നെ കടവണ്ണ കൂടിയതാണെങ്കിൽ റേറ്റ് വ്യത്യാസം വരും കേട്ടോ. 1500, 1200 അങ്ങനെ താഴത്തേക്ക് ഒത്തിരി ഇത് റേറ്റ് വ്യത്യാസമുള്ളുണ്ട്. കടവണ്ണ അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. ഇതൊക്കെ സീസറിന്റെ കാച്ച പ്ലാന്റുകളാട്ടാ. പിന്നെ E35 കാച്ചതുണ്ട്. ഇത് ചെറുത്. ഇത് 100 ഇത് സ്റ്റാർട്ട് ചെയ്യണത്. റംബൂട്ടാൻ്റെ എല്ലാം 100 ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യും. ഒരു 400 ഒക്കെ റേറ്റ് വരുന്ന പ്ലാന്റ് അതെ, അതിൽ പൂത്തത് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വാഴകളുടെ കുറെ വെറൈറ്റികൾ ഉണ്ട് കേട്ടോ. വാഴ, കപ്പ, അങ്ങനെ ഇതൊക്കെ ഓരോരോ വെറൈറ്റികളാ. ഇതിലിപ്പോൾ കർപ്പൂരവള്ളി ഉണ്ട്, പൂങ്കള്ളി ഉണ്ട്, പിന്നെ റോബസ്റ്റ, പിന്നെ തേൻകാളി, മൾട്ടിഫ്ലവർ ബനാന, ഗോത്തിയ, ചിങ്ങൻ, അങ്ങനെ കദളി, അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട്. പടലിമുങ്കിലി, ഒറ്റമുങ്കിലി, അങ്ങനെ. ഇത് മഴയത്ത് പോയതാ. ഇത് കംബോഡിയനായിരുന്നു കേട്ടോ. കംബോഡിയൻ കപ്പ. അതിന് ആ ഒരു ഷെയ്ഡാ വരുന്നത്. ഇത് വന്നത് ടേസ്റ്റിലും വ്യത്യാസമുണ്ട്. പിന്നെ ജർമ്മൻ, അങ്ങനെ കുറെ വെറൈറ്റികളും ഉണ്ട് കപ്പയുടെ. ഇനി ഇങ്ങോട്ട് കപ്പയുടെ വെറൈറ്റി ആണ് ഇത്. കുറെ വെറൈറ്റി ഉണ്ട്. ഇത് 6 മാസ കപ്പ വൈറ്റ് കളർ വന്നതായിരുന്നു. ഇത് ഇല വൈറ്റ് ആയിട്ട് ഇത് മഴയത്ത് മറിഞ്ഞടിയതാ. ഇതൊക്കെ മണ്ണിൽ നമ്മൾ വേറെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഗ്രോ ബാഗിൽ വെച്ചേർന്നതാണ് കഴിഞ്ഞ ദിവസം, മറ്റേ ചാക്കിൽ വെച്ചതാ ഇതൊക്കെ. പിന്നെ ഇത് വെരിഗേറ്റഡ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇത് വേറെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. കപ്പ വലിയത് പറയാനില്ല കേട്ടോ. പിന്നെ യങ്ങാമ്പി എന്ന് പറഞ്ഞ വാഴയുണ്ട്. പിന്നെ ഇതൊക്കെ ഷുഗർ ഫ്രീ ആട്ടോ കപ്പകള്. സ്റ്റാർച്ച് കുറവാണ്, അതുകൊണ്ട് ഷുഗറുകാർക്കും കഴിക്കാം. 6 മാസ കപ്പ. ഇത് ഗവേഷണ കേന്ദ്രത്തിൽ ഉണ്ടാക്കിയ 6 മാസ കപ്പ. പിന്നെ ഇത് പാളയംകുടൻ വാഴ. ഈ വാഴയുടെ പേര് എനിക്ക് കൃത്യം അറിയില്ല. ഇത് ഞങ്ങളുടെ പേര് കൊണ്ടുവന്ന് നട്ടപ്പോൾ ഇതിന്റെ പേര് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനിയിപ്പോൾ കായ ആയിട്ട് വേണം ഇതിന്റെ പേരെന്താന്ന് കണ്ടുപിടിക്കാനായിട്ട്. ഇനി ഇവിടെ കുറേ പ്ലാവുകൾ. ഇതേതാ പ്ലാവുകൾ? ഇത് J33 ചെറിയ തൈകൾ കേട്ടോ. പിന്നെ ഇതും സൂര്യക്കാണ് അല്ലേ? അവിടെയൊക്കെ റംബൂട്ടാന്റെ തൈകൾ. ഇതിൽ പൂത്തതുണ്ട്. ഈ തൈകൾ തൈകൾ പൂത്തുണ്ടല്ലോ. അത് അത്രയ്ക്ക് നാളെ കവറിൽ ഇരുന്നിട്ടുള്ള പ്ലാന്റ് ആയത്. ഇത് കണ്ടോ? ഈ ഒരു ഇതിൽ വന്ന പ്ലാന്റുകൾ വേറെയും ഉണ്ട് പൂത്തത്. ഇവിടെ എവിടെയുണ്ട്. അതെ, ഇത് ഇതിലൊക്കെ പൂവായിട്ടുണ്ട്. 400 റേഞ്ച് തന്നെ പ്ലാന്റാ. പിന്നെ വാഴയുടെ ചിങ്ങൻ, ഗോത്തിയ, രാജ്പുരി, അങ്ങനെ കുറെ വെറൈറ്റികളുണ്ട്. ഇത് ഗോത്തിയ. ചാമ്പകളുടെ വെരിഗേറ്റഡ് ഉണ്ട്, മറ്റേ
കിങ്ങിണി ചാമ്പയുണ്ട്, നാടൻ ചാമ്പയുണ്ട്, ഉമ്മറ്, ബാലി, ബെല്ല്, മധുചാമ്പ. അത് ദിൽഹരിയുടെ കാഴ്ച കിടക്കുന്നത്. ഇതൊക്കെ എത്ര റേറ്റ് ഉണ്ട്? ഇതൊക്കെ ഒരു 600 റേഞ്ചിലുള്ള പ്ലാന്റുകളാണ്. ഇതാ അതും അതെ, ഏകദേശം ആ ഒരു റേറ്റ്. എല്ലാത്തിലും തന്നെ കായുണ്ട്. അതൊക്കെ 400 റേഞ്ച് വരുന്ന പ്ലാന്റാ. ഇത് ഇവിടെ ലോങ്ങന്റെ ഓൾറെഡി പൂത്ത തൈകള്. ലോങ്ങൻ ഏതൊക്കെ വെറൈറ്റീസ്? ലോങ്ങൻ ഇത് വൈറ്റും 4 സീസണും ഉണ്ട്. ഇതൊക്കെ എത്രയുണ്ട് ഈ കായ്ച്ച പ്ലാന്റ്? ഈ പ്ലാന്റ് നല്ല ഇതുള്ളത്. ഇത് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആയതുകൊണ്ട് ഇതിന് റേറ്റ് കൂടുതലാ. ഇതിനൊരു 5000 ഒക്കെ റേറ്റ് വരും. അങ്ങോട്ട് 1500 തൊട്ട് തുടങ്ങുന്നുണ്ട് കാഴ്ച പ്ലാന്റുകൾ. ഇത് വൈറ്റ്. ഇത് ഷോങ്ങൻ, അങ്ങനെ വെറൈറ്റി ഉണ്ട്. പിന്നെ പിങ് പോങ് ഉണ്ട്. ഇതൊക്കെ 1500 റേറ്റ് വരുന്ന പ്ലാന്റാ കാഴ്ചത്. ഇത് വൈറ്റ്. ഇത് ഷുഗർ ഫ്രീ ആ കപ്പ. വാഴ 1000 കണ്ണി എന്ന് പറഞ്ഞിട്ട് നിലത്ത് മുട്ടാൻ പാകത്തിന് കൊല ഉണ്ടാകത്തില്ലേ, ആ വാഴ. പിന്നെ ജഹാജി എന്ന് പറഞ്ഞ വാഴയുണ്ട്, പടപ്പുരയുണ്ട്, പിന്നെ ഇവിടെ പടറ്റിയുണ്ട്, അങ്ങനെ. പിന്നെ ചാമ്പണ്ണനുണ്ട്, അങ്ങനെ കുറേ വെറൈറ്റി. ഇത് ഇതാട്ടോ, മറ്റേ നമ്മുടെ ആദിവാസികളുടെ പൈനാപ്പിള്, മക്കൾ കുന്താനി. മീഡിയം ടേസ്റ്റ് എന്നാ പറയാനുള്ളൂ കേട്ടോ. ഒരു ചെറിയ പുളിരസത്തോട് കൂടിയത്. ഭംഗിയാണ്. ഇനി ഇവരെ പുതിയൊരു സെക്ഷനാണ് ഇപ്പുറത്തുള്ളത്. ഇതില് ടെറസിന്റെ മേലെ നിങ്ങളുടെ ഇറക്കില്ലേ? കൊറേ അതുണ്ട്, അല്ലാതെയും വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം, അല്ലെങ്കിൽ അതൊക്കെ മാറിപ്പോവും. ഇത് കാണുന്നത് ഡ്രമ്മിലും ചട്ടികളിലൊക്കെയുള്ള പ്ലാന്റ്സ്. ഇത് റെഡി ടു സെയിലാണ്. ഇത് ഇങ്ങനെ തന്നെ കൊടുക്കാനുള്ളതാണ് അവർക്ക്. ബനാന സപ്പോട്ട. ഇത് ബനാന സപ്പോട്ട ഉണ്ട്. ഇതില് തായ്ജമ്പോയും ഉണ്ട്. അത് ബനാന. ഇത് കായ്ച്ചെടികളാണ്. അത് വലിയ ഗ്രോ ബാഗിൽ ഇരിക്കുന്നതാ. ഇത് ഗ്രൂമിച്ചാമയുടെ തന്നെ വേറൊരു വെറൈറ്റി ആട്ടോ. ഗ്രൂമിച്ചാമ പ്ലം ഇല്ലേ, പ്ലമ്മിന്റെ ടേസ്റ്റ് ഉള്ള ഫ്രൂട്ടാ. ഇത് കോട്ടൂർക്കോണം. കോട്ടൂർക്കോണുണ്ട്. ഇതിന്റെ ഉള്ളില് ഇതുണ്ട്, കോട്ടപ്പറമ്പൻ. കായുണ്ട്. കോട്ടപ്പറമ്പൻ ഇങ്ങനെയാണല്ലേ? കൊലയായിട്ടുണ്ടാവാനുള്ള ടെൻഡൻസി അല്ലേ കോട്ടപ്പറമ്പന്. പക്ഷെ ഭയങ്കര പുളിയാണ് കേട്ടാ. പഴുത്താലും ഒരു ചെറിയ പുളി ഫീൽ ചെയ്യും. കവറിലുള്ള പ്ലാന്റ്സ്. ഇത് നമ്മുടെ അമേരിക്കൻ റെഡ് പാമർ. ആദ്യമായിട്ട് കായ്ക്കണതാണ് ഇവിടെ. റെഡ് പാമർ നന്നായിട്ട് കായ പിടിക്കും. നല്ല ഭംഗിയാണ്. റെഡ് കളറില്. പിന്നെ അവിടെ നമ്മളെ ഇത് എടുക്കണ്ടല്ലോ, പപ്പായ. അത് മലേഷ്യൻ മറ്റേ ഇതാണോ? കുരുണ്ട് ചെറുതായിട്ട്. നന്നായിട്ട് കായൊക്കെ പിടിക്കും. പക്ഷെ നമ്മുടെ റെഡ് ലേഡിയുടെ അത്ര ടേസ്റ്റ് വരില്ല. കാണാനുള്ള ഭംഗിയാണ് കൂടുതലും. ഇതിന്റെ തൈകളുണ്ട്. കുറെ ആൾക്കാർ ചോദിക്കുന്നത് തൈ എന്ത് വിലയുണ്ടത്? 150. കൊറിയർ ഉണ്ടാവൂട്ടാ. പിന്നെ ഇത് നിങ്ങളെ അടുത്ത പറമ്പാണ്? അത് അടുത്ത പറമ്പാ. ഒരു ഫ്രൂട്ട് എടുക്കണ്ടല്ലോ, പീനട്ട് അല്ലേ? പീനട്ട് ബട്ടർ. പക്ഷെ അത് അത്ര ഇത് അല്ലാത്തോണ്ട് ഞങ്ങൾ അതിന് അത്ര ഹൈപ്പ് കൊടുക്കുന്നില്ല. ഇത് ഗ്രൂമിച്ചാമയുടെ പ്ലാന്റ് ആണ് കേട്ടോ, വലിയ പ്ലാന്റ്. ഗ്രൂമിച്ചാമ ഫ്രൂട്ടിന്റെ, പ്ലമ്മിന്റെ. ഇതൊരു കോട്ടർക്കോണത്തിന്റെ തൈ. കോട്ടർക്കോണം ഇതിൽ കായ എടുക്കുന്നുണ്ട്. നല്ല ബുഷായിട്ടുള്ള ഒരു തൈ. ഇതൊക്കെ കാട്ടിമൻ. കാട്ടിമൻ കായ പിടിച്ചിട്ടുണ്ട്. അത് നാംഡോക്മൈ. നന്നായിട്ടുണ്ടാവും. നല്ല കൊല കുത്തി കിടക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ. ഇതൊക്കെ നിറച്ച് പൂത്തിട്ടുണ്ട്. ഇതേപോലെ മറ്റേ ഗോൾഡൻ ആത്തത് ഇതിലുണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ സീഡ്ലെസ് ലെമൺ. ഇത് സീഡ്ലെസ് ലെമണാ. സീഡ്ലെസ് ലെമൺ കൊല കുത്തി ഉണ്ടാവും. നമുക്ക് ഫ്രഷ് ലൈം അടിക്കാനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അച്ചാറിടാൻ യൂസ് ചെയ്യാം. ഓൾ ടൈം ഉണ്ടാവും കേട്ടോ. ഇത് തായ്ലമൺ. തായ്ലമൺ നമുക്ക് പിഴിഞ്ഞാൽ നല്ല ജ്യൂസ് കിട്ടും. നന്നായിട്ട് ചെറുനാരങ്ങ പോലെ തന്നെ. ഇത് സീഡ് ലൂബി, എന്നാറിന്റെ സീഡ് ലൂബി കേട്ടോ. ഇതിനേക്കാളും നല്ലത് ഇപ്പം അല്ലാത്ത ലൂബികളാ. ഇപ്പം ഇത് വലിപ്പം കുറവല്ലേ?
എന്നാറിൻ്റെ ലൂബിക്ക് വലിപ്പം കുറവ്. പിന്നെ ഐശ്വര്യ ലൂബിയൊക്കെ നല്ലതാണ്, അതൊക്കെ കുറച്ചും കൂടി വലിപ്പം വരും. പിന്നെ വിസ്പറിംഗ് ഒക്കെ കുറച്ചും കൂടി വലിപ്പം വരും. ഇത് VNR തായ്പിങ്ക് ആർക്കങ്ങനെ അങ്ങനെ ഡ്രമ്മിൽ വെച്ചിട്ടുണ്ട്. ഇത് കൊക്കോപ്ലമ്മ കായ്ക്കുന്നുണ്ട്. പിന്നെ അത് അധികം നല്ലൊരു ഫ്രൂട്ട് അല്ല, അതുകൊണ്ട് ഇത് സീഡ്ലെസ് ലെമൺ വെച്ചിരിക്കുന്നതാണ്. നാരകം നമ്മൾ പല സൈഡിലും വെച്ചിട്ടുണ്ട് കേട്ടോ. മാവുകൾ സൂപ്പർ ക്യൂനുണ്ട്, പിന്നെ തോട്ടാപ്പൂരി ഉണ്ട്, ഹൈമാപസന്ത് ഉണ്ട്, കർപ്പൂരം, അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട്. പിന്നെ റെഡ് പാമർ ഉണ്ട്. അങ്ങോട്ടാണെങ്കിൽ നാടൻ മാവുകളുടെ കുറച്ച് കളക്ഷൻ ഉണ്ട്, ബസ്തർ, ജംബോ ഗ്രീൻ അങ്ങനെ പറഞ്ഞിട്ട്. ഇതൊക്കെ നമുക്ക് കവറിലുള്ള ചെടികളാണ്, ഇതെല്ലാം കൊടുക്കാനുള്ളതാണ്. ഇനി അവിടെ ആ സൈഡിലുണ്ട് അല്ലേ, കുറച്ചുകൂടെ വലിയ കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ള പ്ലാന്റ്സ് കേട്ടോ. ഇത് നാംഡോക്മയും ഉണ്ട്, കോട്ടൂർക്കോണത്തിന്റെ ഒക്കെ കാച്ച പ്ലാന്റുകൾ അതിന്റെ ഉള്ളിലുണ്ട്, ഹിമാപസന്തിന്റെ ഒക്കെ ഉണ്ട്. ഇത് നാരകത്തിന്റെ കുറച്ച് വെറൈറ്റീസ് ആണ്. അത് അവിടെ നിന്ന് തുടങ്ങിയ ബുഷ് ഓറഞ്ച് ആണ്. അത് ഇത് ബുഷ് ഓറഞ്ച്, അത് വെരിഗേറ്റഡ് സപ്പോട്ട. പിന്നെ ഇതൊക്കെ മറ്റേ ക്വിംകാറ്റാണ്, ഇസ്രായേലി ഓറഞ്ച്. ഇത് വെരിഗേറ്റഡ് മുസംബിയാണ്, വെരിഗേറ്റഡ് നാരകം. ഇത് വെരിഗേറ്റഡ് മുസംബിയാണ്. പിന്നെ ഇങ്ങോട്ട് സ്വീറ്റ് ലെമൺ ഉണ്ട്. പിന്നെ ഇത് മുന്തിരിപ്പേര. ഇതിന്റെ തൈകളുണ്ടോ അവിടെ? ഉണ്ട്. ജ്യൂസ് അടിക്കാനൊക്കെ നല്ല എഫക്റ്റാ. പിന്നെ അതുപോലെ സൂപ്പർ ക്യൂൻ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അതെ അതിൽ കണ്ണിമാങ്ങ ആയി കിടക്കുന്നുണ്ട്. ഇത് സൂപ്പർ ക്യൂനും ബനാനയൊക്കെയാണ് അവിടെ പ്ലാന്റ്. പിന്നെ ഇത് ചിക്കൻ ഗ്ലോ മൾബറിയാണ് കേട്ടോ. ഇത് എന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ പാകിസ്ഥാൻ മൾബറി പോലെ നീളത്തിൽ വരില്ല, ടേസ്റ്റ് സെയിം തന്നെയാണ്, ലെങ്ത് കുറച്ച് കുറവാണ്, പക്ഷെ നിറച്ചുണ്ടാവും. ചിക്കൻ ഗ്ലോ എന്ന് പറയുന്നത് അതിന്റെ ആ ഇലയുടെ ഇതനുസരിച്ച് കോഴിയുടെ ഇല, കോഴിയുടെ കാല് പോലെ ഇരിക്കണ കാരണം. പിന്നെ ഇനി അങ്ങോട്ടാണ് പോണേ. ആ സൈഡില് വാഴകളുണ്ട് കേട്ടോ. വാഴ അത് കൃഷ്ണവാഴ, അമൃതസാഗർ, പടലി മുങ്കിലി, പിന്നെ കർപ്പൂരവള്ളി കുള്ളൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കർപ്പൂരവള്ളി കുള്ളൻ്റെ അവിടെ കാച്ചിക്കുന്നുണ്ട്. കണ്ണുണ്ട് കൊടുക്കാൻ. ഇത് കർപ്പൂരവള്ളി കുള്ളൻ. പിന്നെ പടപ്പുര, പടക്കി നല്ല വലിപ്പമുള്ളതാണോ പഴം? അത്യാവശ്യം വലിപ്പമുള്ളത്. അത് കർപ്പൂരവള്ളി തന്നെയാ. ഇവിടെയൊക്കെ പല വ്യത്യസ്തമായ വാഴകളുണ്ടല്ലേ. പിന്നെ ഇത് കപ്പകളുണ്ട് കേട്ടോ, കുറെ വെറൈറ്റി. കംബോഡിയന്റെ ഉണ്ട്, ജർമ്മന്റെ ഉണ്ട്. നാംഡോക്മൈ ചെറുതില് തന്നെ കായ്ക്കും. അപ്പുറത്തെ പ്ലാന്റിലും ഉണ്ട് കായ. ഇത് ഗ്രീൻ ആണോ? ഗ്രീൻ ആണല്ലേ? അത് ഗ്രീൻ അല്ലല്ല, അത് ഗോൾഡ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതെന്തത്? ഇത് സൺറൂപ്പ് ജ്യൂസ് അടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഓറഞ്ച് കളർ ഫ്രൂട്ട്, പുളിയുള്ളത്. ഇത് ലൂബി NRന്റെ. ഇത് നമ്മുടെ സ്ട്രോബെറി ഗുവ യെല്ലോയാണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, നല്ല പുളിമധുരം നിറച്ചുണ്ടാവും. നമുക്ക് ബുഷൊക്കെ ആയിട്ട് വീടിന്റെ ഫ്രണ്ടിൽ പ്ലാന്റ് ചെയ്യാൻ നല്ല ഒരു പ്ലാന്റ്. അത് യെല്ലോ കളർ ഫ്രൂട്ടായിട്ട് കിടക്കും. പിന്നെ ഇങ്ങോട്ട് ബബ്ലൂസ്. ഇത് ബബ്ലൂസ് ആണ്. ഇത് റെഡ് ബബ്ലൂസ് ആണ് കേട്ടോ. അല്ലാതെ നമ്മുടെ അടുത്ത് വേറൊരു നാടൻ ബബ്ലൂസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഉള്ളിൽ റെഡ് കളർ ഉണ്ടാവുന്ന ബബ്ലൂസും ഉണ്ട്. ഇത് സാവന ചെറി. ഇത് വെരിഗേറ്റഡ് അതിന്റെ ഒരു ഓവൽ ഷേപ്പിലുള്ള ഫ്രൂട്ടാണ്. ലെയർ ചെയ്യുന്നുണ്ട്. ഇത് മറ്റേ ലെമൺ അല്ല, വെരിഗേറ്റഡ് ലെമൺ അല്ലേ? വെരിഗേറ്റഡ് ലെമൺ. ഇതിൽ പൂവുണ്ടായിരുന്നു, ഇപ്പോൾ ചാടിപ്പോയിരുന്നു. ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറി. ഇത് നല്ല അധികം പുളിയില്ല കേട്ടോ, പുളിയില്ലാത്ത വെറൈറ്റിയാ. നന്നായിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഒരു വാഴകളുടെയും കപ്പകളുടെയും ഒക്കെ വെറൈറ്റിയാ. പടപ്പുരിയാണ് ഇതേ മറിഞ്ഞു വീഴുന്നു കഴിഞ്ഞ മഴയില്. പിന്നെ ഇങ്ങോട്ട് മറ്റേ ഇതിന്റെ ഉണ്ട്, നമ്മുടെ മാവ്. മാവ്, പ്ലാവൊക്കെ ഇവിടെയാണല്ലേ? ഇതിപ്പോ പുതിയൊരു സെക്ഷൻ അല്ല നിങ്ങൾ എടുത്തേക്കണത്? ഇത് എത്ര ഏക്കർ ഉണ്ട് സ്ഥലം? 3.5 ഏക്കർ. 3.5 ഏക്കർ ഉണ്ട്. മാവ് ഏതത്? ഇത് ബാരി 11 ആണ് കേട്ടോ. നന്നായിട്ട് കൊലകുത്തി കാച്ചിട്ടുണ്ട്. അത്യാവശ്യം ടേസ്റ്റ് ഉള്ള മാങ്ങ കേട്ടോ അത്. ഇതൊക്കെ നമുക്ക് ഡ്രമ്മിലൊക്കെ വെക്കാൻ പറ്റിയ മാവുണ്ട്. ഇനി ഇത് പ്ലാവുകളെ, ഈ പ്ലാവ് എബിയാർക്ക്, ഇത് വീറ്റ്നാ സൂപ്പർ അർലി. അല്ലാതെ അങ്ങോട്ടുണ്ട് വേറെ.
പിന്നെ ഇത് സൂപ്പർ ക്യൂൻ്റെ ഒരു വലിയ പ്ലാന്റ് ആണ്. ഇത് ഈ പ്രാവശ്യം കായ്ക്കാറായ പ്ലാന്റാ. ഇതൊക്കെ എങ്ങനെയാണ് ഡ്രമ്മിൽ സെറ്റ് ചെയ്തേക്കുന്ന റേറ്റ്? ഡ്രമ്മിൽ അത് പല റേറ്റും ഉണ്ട്. ഇപ്പം നമ്മൾ പ്ലാന്റ് ഗ്രോ ബാഗിൽ നിന്ന് എടുത്ത് ഡ്രമ്മിലേക്ക് സെറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഗ്രോ ബാഗിലെ റേറ്റ് എത്രയാണോ അതിൻ്റെ കൂടെ 1000 എക്സ്ട്രാ വരും. അങ്ങനെയാണ് ഡ്രമ്മിൻ്റെ. കൈരളി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് കല്ലുകെട്ടിയും കച്ചിടക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കല്ലുകെട്ടി. പിന്നെ ഇങ്ങോട്ട് മറ്റേ സപ്പോട്ടകളുടെ വെറൈറ്റിയാണിത്. ഇത് ബനാന സപ്പോട്ട. നിറച്ച് കായുണ്ട്. ഇത് തായ്ജമ്പോ. ഇതിലെ കായൊക്കെ ഇപ്പൊ പറിച്ചതാണ്. അടുത്തത് നല്ല ടേസ്റ്റാ. നല്ല മധുരം. നമ്മുടെ മറ്റേ സപ്പോട്ടയുടെ ആ ഒരു മക്കില്ല. ഇപ്പം സപ്പോട്ട ഇഷ്ടമല്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഇവിടെ പഴുത്ത് നിൽക്കുന്ന ഫ്രൂട്ട് ആണെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ടൈമിൽ അവർ അതിൻ്റെ തൈ വാങ്ങിക്കാറുണ്ട്. നല്ല ടേസ്റ്റ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് കലാപ്പത്തി വെറൈറ്റി. ഇത് കംബോഡിയൻ. കംബോഡിയൻ്റെ വേറെ ഐറ്റം ഉണ്ട് കേട്ടോ. ഇത് 800. ഓക്കെ. പിന്നെ ഇതില് J33 ഉണ്ടല്ലോ. J33 അതിന്റെ വലിയ ചെടികൾ. J33 ഇത്ര വലിപ്പമുള്ളതിനൊക്കെ എത്ര? ഇത് 800 ഒക്കെ വരുള്ളൂ. 800. ഇത് റീറ്റെയിൽ അല്ലേ? റീറ്റെയിൽ പ്രൈസ് അല്ലേ? അതെ. പിന്നെ ഇതിൽ ഇതുണ്ടോ? വിയറ്റ്നാം ഉണ്ടോ? വിയറ്റ്നാം ഇല്ല. ഇത് ഫുൾ J33 തന്നെയാ. വിയറ്റ്നാം വേറെ സൈഡാ. ശരി. ഇതൊക്കെ റെഡി ടു സെയിലുണ്ടോ? കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന പ്ലാന്റുകളാണ്. കുറേ ഉണ്ടത്. നമുക്ക് ഇതിൽ പോണത്? ഇനി നമുക്ക് ഇതിലൂടെ തന്നെ അങ്ങ് അപ്പുറത്തേക്ക് കിടക്കാം, താഴേക്ക് ഇറങ്ങാം. അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞ് ഇനി ഇതിൻ്റെ അപ്പുറത്ത് അവർക്കൊരു ആ കാണുന്ന സ്ഥലത്ത് വേറൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ. അത് കാണാം നമുക്ക്.